സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഹലോ ഗെയ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിങ്ങൾ ഒരു ആക്ഷൻ ഫാന്റസി ഫിലിം സിനിമാ പ്രേമിയാണോ എങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു ചിത്രമാണ് ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഒപ്പം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക. ഈ സിനിമ നിങ്ങൾ കണ്ടവരാണെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ സിനിമയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്, തീർച്ചയായും കാണുക. ഇനി സിനിമയിലോട്ട് വരാം. 2010 പുറത്തിറങ്ങിയ ഒരു ആക്ഷൻ ഫാന്റസി ചിത്രമാണ് ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ്. 1981 മെട്രോ ഗോഡ്വിൻ മേയർ നിർമ്മിച്ച അതേ പേരിലുള്ള ചിത്രത്തിന്റെ റീമേക്ക്. പെർസിയസിന്റെ ഗ്രീക്ക് പുരാണത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ കഥ. ട്രാവിസ് ബീച്ചാം, ഫിൽ ഹേ, മാറ്റ് മാൻഫ്രെഡി എന്നിവരുടെ തിരക്കഥയിൽ ലൂയിസ് ലെറ്ററിയർ സംവിധാനം ചെയ്ത ഒരു ഓസ്ട്രേലിയൻ-അമേരിക്കൻ നിർമ്മാണം. സാം വർത്തിങ്ടൺ, ജെമ്മ ആർട്ടർട്ടൺ, മാറ്റ്സ് മിക്കൽസൺ, അലക്സ ഡാവലോസ്, റാൽഫ് ഫിയന്നസ്, ലിയാം നീസൺ എന്നിവർ അഭിനയിച്ച ഈ ചിത്രം 2010 മാർച്ച് 26 സ്റ്റാൻഡേർഡ് റിലീസിന് നിശ്ചയിച്ചിരുന്നു. എന്നിരുന്നാലും പിന്നീട് ചിത്രം 3ലേക്ക് പരിവർത്തനം ചെയ്യുമെന്നും 2010 ഏപ്രിൽ 2 റിലീസ് ചെയ്യുമെന്നും പ്രഖ്യാപിച്ചു. ക്ലാഷ് ഓഫ് ദി ടൈറ്റൻസ് ഒരു വാണിജ്യ വിജയമായിരുന്നു. ലോകമെമ്പാടും $493 മില്യൺ വരുമാനം നേടി 2010 ഏറ്റവും കൂടുതൽ വരുമാനം നേടിയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. പക്ഷേ നിരൂപകരിൽ നിന്ന് നെഗറ്റീവ് അവലോകനങ്ങൾ ലഭിച്ചു. അതിന്റെ ഇതിഹാസ സ്കെയിൽ, വിഷ്വൽ ശൈലി, നീസൺ, ഫിയന്നസ്, ആർട്ടർട്ടൺ എന്നിവരുടെ പ്രകടനങ്ങൾ എന്നിവയ്ക്ക് പ്രശംസ. എന്നാൽ ലെറ്ററിയറുടെ സംവിധാനം, വർത്തിങ്ടണിന്റെ പ്രകടനം, പോസ്റ്റ് പ്രൊഡക്ഷൻ, 3 പരിവർത്തനം എന്നിവയ്ക്കുള്ള വിമർശനം. ചിത്രത്തിന്റെ വിജയത്തെ തുടർന്ന് 2012 മാർച്ചിൽ ക്രോധത്തിന്റെ തുടർച്ച എന്ന പേരിൽ ടൈറ്റൻസ് പുറത്തിറങ്ങി. ടൈറ്റൻസിനെതിരായ ദേവന്മാരുടെ യുദ്ധത്തിൽ ദേവന്മാരുടെ വിജയം നേടാൻ സഹായിച്ച ഒരു ഭയങ്കര രാക്ഷസനായ ക്രാക്കനെ ഹേഡീസ് സൃഷ്ടിച്ചു. തുടർന്ന് സിയൂസും സഹോദരന്മാരും ലോകത്തെ പരസ്പരം വിഭജിച്ചു. സിയൂസ് ആകാശം കീഴടക്കി, പോസിഡോൺ കടലുകൾ കീഴടക്കി. സിയൂസ് വഞ്ചിച്ച ഹേഡീസ് അധോലോകം ഭരിക്കാൻ വിട്ടു. പിന്നീട് സിയൂസ് മർത്യരായ മനുഷ്യരെ സൃഷ്ടിച്ചു, അവരുടെ ആരാധന ദൈവങ്ങളുടെ അമർത്യത നിലനിർത്തി. എന്നിരുന്നാലും കാലക്രമേണ ചില മനുഷ്യർ അവരുടെ സൃഷ്ടാക്കളെ ധിക്കരിക്കാൻ തുടങ്ങി. മനുഷ്യരാജാവായ അക്രീഷ്യസ് ഒളിമ്പസ് പർവ്വതത്തിൽ ഒരു ഉപരോധം നടത്തുമ്പോൾ സിയൂസ് തന്റെ ഭാര്യ ഡാനയ്ക്കൊപ്പം ഉറങ്ങുന്നു. ഒരു അർദ്ധദേവനായ പുത്രൻ പെർസിയസിനെ ഗർഭം ധരിച്ചു. ഇത് കണ്ടെത്തിയപ്പോൾ കോപാകുലനായ അക്രീഷ്യസ് രാജ്ഞിയെയും അവളുടെ നവജാത ശിശുവിനെയും ഒരു നെഞ്ചിൽ പൂട്ടിയിട്ട് കടലിലേക്ക് എറിയുന്നു. രാജാവിനെ ഒരു മിന്നൽപ്പിണർ കൊണ്ട് അടിച്ചുകൊണ്ട് സിയൂസ് പ്രതികാരം ചെയ്യുന്നു. ഇത് അദ്ദേഹത്തെ ഗുരുതരമായി വികൃതമാക്കുന്നു. പെർസിയസിനെയും ഇപ്പോൾ മരിച്ച ഡാനയെയും മത്സ്യത്തൊഴിലാളിയായ സ്പൈറോസ് കണ്ടെത്തുന്നു. അദ്ദേഹം കുഞ്ഞിനെ ഭാര്യ മർമരയ്ക്കൊപ്പം വളർത്തുന്നു. 18 വർഷങ്ങൾക്ക് ശേഷം പെർസ്യൂസും കുടുംബവും ആർഗോസ് നഗരത്തിലെ പട്ടാളക്കാർ ദേവന്മാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്ന സിയൂസിന്റെ പ്രതിമ നശിപ്പിക്കുന്നത് കാണുന്നു. ഹേഡീസിന്റെ നിയന്ത്രണത്തിലുള്ള ഫ്യൂരികൾ പട്ടാളക്കാരെ വധിക്കുന്നു. തുടർന്ന് ഹേഡീസ് കുടുംബത്തിന്റെ മത്സ്യബന്ധന കപ്പൽ നശിപ്പിക്കുന്നു. സ്പൈറോസും കുടുംബവും മുങ്ങിമരിക്കുന്നു. പെർസ്യൂസ് മാത്രമാണ് അതിജീവിച്ചത്. മറ്റൊരു കൂട്ടം സൈനികർ കണ്ടെത്തിയ പെർസ്യൂസിനെ ദേവന്മാർക്കെതിരായ അവരുടെ പ്രചാരണം ആഘോഷിക്കുന്ന കെഫിയസ് രാജാവിന്റെയും കാസിയോബിയ രാജ്ഞിയുടെയും മുമ്പാകെ കൊണ്ടുവരുന്നു. അവരുടെ മകൾ ആൻഡ്രോമീഡ രാജകുമാരി മാതാപിതാക്കളുടെ കലാപത്തെ അംഗീകരിക്കുന്നില്ലെങ്കിലും കാസിയോബിയ തന്റെ വീമ്പിളക്കൽ തുടരുന്നു. ഹേഡീസ് പെട്ടെന്ന് ആ ആഘോഷത്തിന് തടസ്സം സൃഷ്ടിക്കുന്നു. കാസിയോബിയെ വേഗത്തിൽ വാർദ്ധക്യത്തിലേക്ക് നയിച്ചുകൊണ്ട് അയാൾ അവളെ കൊല്ലുന്നു. ആൻഡ്രോമിഡയെ ഒരു ബലിയായി സമർപ്പിച്ചില്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ ക്രാക്കനെ ആർഗോസിന്റെ മേൽ അഴിച്ചുവിടുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. പെർസ്യൂസിന്റെ ദൈവിക പൈതൃകം വെളിപ്പെടുത്തുന്നു. അമർത്യതയാൽ ശപിക്കപ്പെട്ട ഒരു നിഗൂഢ സ്ത്രീയായ അയോയെ പെർസ്യൂസ് കണ്ടുമുട്ടുന്നു. അവൾ അവന്റെ ഉദ്ഭവം സ്ഥിരീകരിക്കുന്നു. ക്രാക്കനെ പരാജയപ്പെടുത്താനുള്ള വഴി തേടി പെർസ്യൂസും അയോയും ഡ്രാക്കോയുടെ നേതൃത്വത്തിലുള്ള കിങ്സ് ഗാർഡും സ്റ്റൈജിയൻ മന്ത്രവാദിനികളിലേക്ക് യാത്ര ചെയ്യുന്നു. തന്റെ മകനെ സഹായിക്കാൻ സിയൂസ് പെർസ്യൂസിന് ഒളിമ്പസിൽ കെട്ടിച്ചമച്ച ഒരു വാൾ നൽകാൻ ശ്രമിക്കുന്നു. പക്ഷേ അവൻ അത് നിരസിക്കുന്നു. താമസിയാതെ ഹേഡീസിനു വേണ്ടി പ്രവർത്തിക്കുന്ന ദുഷ്ടനായ അക്രീഷ്യസ്, ഇപ്പോൾ കാലിബോസ് എന്നറിയപ്പെടുന്നു, അവരെ ആക്രമിക്കുന്നു. പോരാട്ടത്തിനിടയിൽ ഡ്രാക്കോ കാലിബോസിന്റെ കൈ വിച്ഛേദിക്കുകയും ഒരു മരുഭൂമിയിലേക്ക് പിൻവാങ്ങാൻ നിർബന്ധിതനാകുകയും ചെയ്യുന്നു. അവിടെ അവന്റെ മുറിവിൽ നിന്നുള്ള രക്തം സംഘത്തെ ആക്രമിക്കുന്ന ഭീമാകാരമായ തേളുകളെ പ്രേരിപ്പിക്കുന്നു. ശേഷിക്കുന്ന തേളുകളെ മെരുക്കുകയും പെർസ്യൂസിനും സംഘത്തിനും സഹായം നൽകുകയും ചെയ്യുന്ന മരുഭൂമിയിലെ മന്ത്രവാദികളായ ജിന്നുകളുടെ ഒരു സംഘം അവരെ രക്ഷിക്കുന്നു.
അവർ സ്റ്റൈജിയൻ മന്ത്രവാദിനികളുടെ ഗുഹയിൽ എത്തുന്നു. അവർ അധോലോകത്തിൽ വസിക്കുന്ന ഗോർഗൺ മെഡൂസയുടെ തലവനായ ക്രാക്കനെ പരാജയപ്പെടുത്താൻ ഒരു ആയുധം വെളിപ്പെടുത്താൻ നിർബന്ധിതരാകുന്നു. അവിടെ എത്തിയപ്പോൾ പെർസ്യൂസും അവന്റെ ശേഷിക്കുന്ന കൂട്ടാളികളും മെഡൂസയുടെ ക്ഷേത്ര ഗുഹയിൽ പ്രവേശിക്കുന്നു. അതേസമയം അയോ പുറത്തു തുടരുന്നു. പെർസ്യൂസ് ഒഴികെ എല്ലാവരെയും മെഡൂസ് കൊല്ലുന്നു. ഒടുവിൽ തന്റെ കവചത്തിന്റെ പ്രതിഫലനപരമായ അടിവശം ഉപയോഗിച്ച് അവളെ ശിരച്ഛേദം ചെയ്യാൻ അയാൾക്ക് കഴിയുന്നു. അങ്ങനെ അവൾ പുറം തിരിഞ്ഞു നിൽക്കുന്നത് കാണാൻ അയാൾക്ക് കഴിയുന്നു. മെഡൂസയുടെ ഗുഹയിൽ നിന്ന് പുറത്തു പോകുമ്പോൾ കാലിബോസ് പ്രത്യക്ഷപ്പെടുകയും അയോയെ മാരകമായി കുത്തിക്കൊല്ലുകയും ചെയ്യുന്നു. പെർസ്യൂസും കാലിബോസും തമ്മിൽ പോരാടുമ്പോൾ പെർസ്യൂസ് ഒളിമ്പ്യൻ വാൾ എടുത്ത് എതിരാളിയെ കൊല്ലുന്നു. കാലിബോസിന്റെ മനുഷ്യരൂപം താൽക്കാലികമായി പുനഃസ്ഥാപിക്കപ്പെടുന്നു. മരിക്കുന്നതിനു മുമ്പ് ദേവന്മാരെ പോലെയാകരുതെന്ന് അവൻ പെർസ്യൂസിനോട് അപേക്ഷിക്കുന്നു. മരിക്കാൻ കിടക്കുമ്പോൾ ആൻഡ്രോമിഡയെയും ആർഗോസിനെയും രക്ഷിക്കാൻ അവൾ പെർസ്യൂസിനോട് ആവശ്യപ്പെടുന്നു. ചിറകുള്ള കുതിര പെഗാസസ് എത്തി പെർസ്യൂസിനെ ആർഗോസിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. അതേസമയം ഹേഡീസ് സിയൂസിനെയും ദേവന്മാരെയും വിശ്വാസം നേടാൻ സഹായിച്ചുകൊണ്ട് ക്രാക്കനെ മോചിപ്പിക്കുന്നു. ഹേഡീസിന്റെ മതഭ്രാന്തനായ ആരാധകനായ പ്രോഗോബിയനും അനുയായികളും ആൻഡ്രോമിഡയെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്നു. പെർസ്യൂസ് കാലക്രമേണ എത്തി മെഡൂസയുടെ തല ക്രാക്കൻ മുന്നിൽ തുറന്നുകാട്ടുന്നു. അത് ക്രമേണ കല്ലായി മാറുകയും തകരുകയും ചെയ്യുന്നു. പ്രോഗോബിയൻ പെർസ്യൂസിനെ കൊല്ലാൻ ശ്രമിക്കുന്നു. പക്ഷേ കെഫിയസ് ഇടപെടുന്നു. തുടർന്ന് ഇരുവരും ക്രാക്കന്റെ വീഴുന്ന നഖത്താൽ തകർന്നു വീഴുന്നു. ഹേഡീസ് പെർസ്യൂസിനെ നേരിടുന്നു. പക്ഷേ കെഫിയസ് സിയൂസിനെ വിളിച്ച് തന്റെ വാൾ ഹേഡീസിന് നേരെ എറിയുന്നു. അത് അവനെ പാതാളത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നു. പെർസ്യൂസ് ആൻഡ്രോമിഡയെ രക്ഷിക്കുന്നു. അവൾ ആർഗോസിനെ തന്റെ അരികിൽ രാജാവായി ഭരിക്കാൻ ആവശ്യപ്പെടുന്നു. പക്ഷേ അവൻ നിരസിക്കുന്നു. പിന്നീട് സിയൂസ് പെർസ്യൂസിന്റെ മുമ്പാകെ പ്രത്യക്ഷപ്പെടുകയും അവനെ ഒളിമ്പസിലേക്ക് കൊണ്ടുവരാൻ വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ അവൻ അത് നിരസിക്കുന്നു. അസംതൃപ്തനാണെങ്കിലും സിയൂസ് പെർസ്യൂസിന്റെ തിരഞ്ഞെടുപ്പ് അംഗീകരിക്കുകയും അയോയെ പുനരുജ്ജീവിപ്പിക്കുകയും അവരെ ഒരുമിച്ച് ജീവിക്കാൻ അനുവദിക്കുകയും ചെയ്യുന്നു. ക്രാക്കനെയും ഹേഡീസിനെയും പരാജയപ്പെടുത്തിയ ശേഷം ആൻഡ്രോമിഡ കടലിൽ വീഴുകയും പെർസ്യൂസ് അവളെ രക്ഷിക്കാൻ മുങ്ങുകയും ചെയ്യുന്നു. അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അവർ പ്രണയത്തിലാണെന്ന് സൂചിപ്പിക്കുന്ന ഒരു വികാരാധീനമായ ചുംബനത്തിലൂടെ അവൻ അവളെ ആലിംഗനം ചെയ്യുന്നു. കരയിലെത്തി ബോധം വീണ്ടെടുത്ത ശേഷം പെർസ്യൂസ് ആൻഡ്രോമിഡയോട് താൻ തിരിച്ചുവരുമെന്ന് പറയുന്നു. പെഗാസിൽ കയറി അവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് പറന്ന് സിയൂസിനെ നേരിടുന്നു. അവരിൽ ഒരാളാകാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രസ്താവിക്കുന്നു. ദൈവങ്ങളുടെ ഭൂപടത്തിൽ തന്റെ വാൾ ഇടുകയും എല്ലാ ജീവജാലങ്ങളുടെയും മാതൃകകൾ തകർക്കുകയും ചെയ്ത ശേഷം അവൻ കടലിന് മുകളിലൂടെ പെഗാസിൽ പറക്കുന്നു. ഒരുപക്ഷേ ആർഗോസിലേക്ക് മടങ്ങുകയായിരിക്കാം. ഇതുപോലെ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.